ഒരു നല്ല പ്രൊഡക്ഷൻ കൺട്രോളറുടെ ജോലി ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുൻപേ തുടങ്ങുന്നു. ചിത്രീകരണം അവസാനിച്ച് ചിത്രം തിയേറ്ററിലെത്തിയാലും അയാളുടെ ചുമതലകൾ അവസാനിക്കുന്നുമില്ല. ഒരു ആർട്ടിസ്റ്റിനെ ആയാലും ഒരു ടെക്നീഷ്യനെ ആയാലും നമ്മളതിൻ്റെ റെമ്യൂണറേഷനും മറ്റു കാര്യങ്ങളും പറഞ്ഞ് ഫിക്സ് ചെയ്ത് അവരവരെ വീട്ടിൽ നിന്ന് നമ്മളെ ലൊക്കേഷനിലെത്തിച്ച് ഡെയിലി രാവിലെ ചായ കൊടുത്ത് വിളിച്ചുണർത്തി ലൊക്കേഷനിൽ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് തിരിച്ച് അവരെ താമസ സ്ഥലത്ത് എത്തിച്ച് ഷൂട്ടിംഗ് തീരുമ്പോൾ അവരെ റെമ്യൂണറേഷൻ വാങ്ങിക്കൊടുത്ത് തിരിച്ച് അവരെ യഥാസ്ഥലത്ത് എത്തിക്കുകയും എന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് സിനിമയ്ക്ക് നിൽക്കുകയും ഈവൻ ഒരുപക്ഷെ ഒരു സിനിമയുടെ നിർമ്മാതാവിനോടൊപ്പം നഷ്ടവും ലാഭവും തിരിച്ചറിയുന്ന ഒരാൾ ഒരുപക്ഷെ സംവിധായകൻ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ്. എന്ന് വെച്ചാൽ ദൈനംദിന കാശുകളും ചിലവാക്കുന്നതെല്ലാം തിരിച്ചറിയാവുന്നത് ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനും ഈ നിർമ്മാതാവിനുമാണ്. മികച്ച പ്രൊഡക്ഷൻ കൺട്രോളർമാർ പലരും പിൽക്കാലത്ത് പ്രൊഡ്യൂസേഴ്സായി മാറിയിട്ടുണ്ട്. നിരന്തരമായി പ്രൊഡക്ഷന് നേതൃത്വം നൽകിയിട്ടുള്ള പരിചയം തന്നെയാണ് അവരതിന് പ്രാപ്തരാക്കുന്നത്. 7 Arts മോഹനുമായിട്ടുള്ള സംഭാഷണം തുടരുന്നു. ശരിക്കും ഈ ഒരു സിനിമയുടെ കോസ്റ്റ് നിർണ്ണയിക്കുന്നതിൽ, ബജറ്റ് ചെയ്യുന്നതിലൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ സ്ഥാനം അതിന് തീർച്ചയായും ഉണ്ട്. അതായത് ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡയറക്ടറുടെയും അതിൽ അഭിനയിക്കുന്ന ഒരു ഹീറോയിൻ്റെയും മാർക്കറ്റ്, നിലവിലുള്ള മാർക്കറ്റ്, ആ മാർക്കറ്റിൽ എത്ര രൂപ വരെ ബിസിനസ് ചെയ്യാം എന്നുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. ആ ബഡ്ജറ്റിനകത്ത് ഈ സിനിമ കൊണ്ടുവരാൻ എന്തൊക്കെ ഓൾട്ടറേഷൻസ് വേണമോ അത് ഡയറക്ടറുമായിട്ടും പ്രൊഡ്യൂസേഴ്സ് സംസാരിച്ച് അതിന് വേണ്ടുന്ന രീതിയിൽ മൊസ്റ്റായിട്ട് വേണ്ടുന്ന അല്ലെങ്കിൽ ഹീറോ അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഹീറോയിൻസ് കഴിഞ്ഞാൽ അതിന് ബാക്കി വേണ്ടുന്ന ആർട്ടിസ്റ്റുകളെ നമ്മൾ ഈ ബഡ്ജറ്റിൽ നിർത്താൻ വേണ്ടി അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ആൾ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അയാളുടെ ഒരു സജഷൻ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സിനിമ അതൊരു വലിയ പ്രൊഡ്യൂസർക്ക് വലിയ ബാധ്യതയായിട്ട് വരും. മിമിക്രിയുടെ സംഘാടക രംഗത്തു നിന്നും ചലച്ചിത്ര മേഖലയിൽ എത്തിയ ആളാണ് നന്ദകുമാർ പൊതുവാൾ. ദിലീപ്, നാദിർ ഷാ തുടങ്ങിയവരുടെ സൗഹൃദമാണ് അദ്ദേഹത്തിന് ചലച്ചിത്ര രംഗത്തേക്കുള്ള വഴി തുറന്നത്. ലേലം എന്ന ചിത്രത്തിലൂടെയാണ് പൊതുവാൾ ചലച്ചിത്ര പ്രൊഡക്ഷൻ രംഗത്ത് സജീവമാകുന്നത്. അതിൻ്റെ എല്ലാ ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കോപ്പി ലഭിക്കണം. പിന്നെ ഏതൊരു പൈസ നൽകുമ്പോഴും അത് പ്രൊഡക്ഷൻ കൺട്രോളർ അറിഞ്ഞിരിക്കണം. പ്രൊഡക്ഷൻ കൺട്രോളർ അത് പ്രൊഡ്യൂസറോടും പറഞ്ഞിരിക്കണം. നാളെ ഇപ്പം ഈ ഓഫീസർ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതിന് 5000 രൂപ ഒരു വാടക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരോട് വന്ന് സംസാരിച്ച് 2 മണിക്കൂറുള്ള അല്ലെങ്കിൽ 3 മണിക്കൂറുള്ള നമുക്ക് 5000 2500 വന്നാൽ അവർ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനം ഒരു 1000 രൂപ കുറച്ച് ഒരു 4000-നോ 3000-നോ ഇത് ഫിക്സ് ചെയ്താൽ ഇത് വിവരം നമ്മൾ അക്കൗണ്ടിനോട് പറയും. നാളെ ഓഫീസ് ഷൂട്ട് ചെയ്യാണ്ട് 3000 രൂപ അവിടുത്തെ റെൻറ്റ്, പിന്നെ അവിടെ വാച്ച്മാൻ ഉണ്ടെങ്കിൽ അവന് 10-150 കൊടുക്കേണ്ടി വരും. ഈ വിവരം പ്രൊഡ്യൂസറോട് പറയും. പ്രൊഡ്യൂസറോട് പറയണമെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ ഏത് ഓഫീസർ അവിടെ 3000 കൊടുക്കണം, ഞാൻ വേറെ ഓഫീസർ അപ്പോൾ എൻ്റെ അവിടെ പോയി കണ്ടാൽ ചെയ്യാൻ പറ്റുമോ നോക്കി. അത് ആ പ്രൊഡ്യൂസറോട് പറയാതെ നമ്മൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് 3000 കൊടുക്കുമ്പോൾ അയാൾ പറയും ഞാനിത് ഇന്നലെ എന്നോട് പറയാറുന്നില്ലേ, എൻ്റെ ബസ്സിൻ്റെ ഓഫീസുണ്ടല്ലോ വെറുതെ ആയിരുന്നാലേ, നിങ്ങൾക്ക് എത്ര നേരം പണിയും ചെയ്യാറുന്നില്ല, നിങ്ങൾ ഇതെന്ത് തോന്നി മാസമായി കാണിക്കും. അപ്പോൾ കൺട്രോളർ അറിഞ്ഞിരിക്കണം. കൺട്രോളർ അക്കൗണ്ട്സിനോടും പറയും. അക്കൗണ്ട്സ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് പ്രൊഡ്യൂസറെ കാണിച്ചിരിക്കണം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോപ്പി ഡയറക്ടറെയും കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. കാരണം എന്ത് നടക്കുന്നു, എത്ര എക്സ്പെൻസീവ് ആകുന്നു എന്നുള്ളത് ചില പടം കഴിയുമ്പോൾ ഡയറക്ടർമാർ ഞാനത് അറിഞ്ഞില്ല, എന്നോട് ആരും പറഞ്ഞില്ല എന്ന് പറയും. ഡെയിലി വൈകുന്നേരം രാത്രി അവരൊരെണ്ണം കാണിച്ചാൽ ഇതാണ് ഇന്ന് എക്സ്പെൻസ്, നാളെ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയാണ് നാളെ ഒരു 100 ജൂനിയർ ആർട്ടിസ്റ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ നാളെ ജൂനിയർ 100 പേർക്ക് എത്ര 100 പേർക്ക് ഇത്ര വെച്ച് വരുന്നത്. ഒരു കാര്യം ചെയ്യും, നമുക്ക് മസ്റ്റായിട്ടാണ് എല്ലാം കൂടെ ഒരു 60 പേര് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, 40 പേര് കുറഞ്ഞോ. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങുക, ആ ഘട്ടത്തിലെ ജോലികൾ എന്തൊക്കെയാണ്? ലൊക്കേഷൻ ഫിക്സ് ചെയ്ത് തൊട്ടിട്ടുള്ള ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിതിനൊരു ഓൾറെഡി നമ്മളൊരു ആർട്ട് ഡയറക്ടറെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആർട്ട് ഡയറക്ടറും കൂടെ പോയി നമ്മൾ ആ ലൊക്കേഷൻ ഏത് ലൊക്കേഷനിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്നല്ല ലൊക്കേഷൻ കണ്ട് ആ പടത്തിന് കഥയ്ക്ക് അനുയോജ്യമായ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുക. ആ ലൊക്കേഷനിൽ നമുക്കതിന് വേണ്ടുന്ന റെൻറ്റുകളോ അങ്ങനെ കണ്ട കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക. അവരുടെ അടുത്ത് പ്രോപ്പറായിട്ട് നമ്മൾ എഗ്രിമെൻറ്റ് സംസാരിക്കുക. ആ ഡേറ്റ് നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റും നമ്മളെ ലൊക്കേഷൻ അവൈലബിളായി കിട്ടുന്ന പെർമിഷൻ ആ ഡേറ്റും വെച്ചിട്ടായിരിക്കണം നമ്മൾ ലൊക്കേഷൻ ചാർട്ട് ചെയ്യുന്നത്. അതിന് കൃത്യമായി നമുക്ക് ഇന്ന ദിവസം ഇന്ന ലൊക്കേഷനിൽ ഇന്ന സീൻ എടുക്കുക, അതിൽ കൃത്യമായി ഡയറക്റ്റായിട്ടൊരു ചാർട്ടുണ്ട്. ആ ചാർട്ട് പ്രകാരം പ്രൊഡ്യൂസറുമായിട്ട് അതിൽ ബന്ധപ്പെടുത്തി അതിന് വേണ്ടുന്ന ആ ലൊക്കേഷനിലേക്ക് നമ്മളൊരു ലൊക്കേഷൻ പോകുന്ന ആ ലൊക്കേഷൻ പോയാൽ ഇത്ര രൂപ ചിലവ് വരുമെന്ന് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർക്ക് നമുക്ക് അഡ്വാൻസിൽ പറയാൻ കഴിയണം. ആ സബ്ജക്റ്റിനെ കുറിച്ച് നല്ല സ്റ്റഡീഡ് ആയിരിക്കും ഞാൻ. എങ്കിൽ മാത്രമേ ഒരു സംവിധായകൻ ഒരു ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളതിന് സ്യൂട്ടബിളായിട്ട് ഒരാളിനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ലൊക്കേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു ബീച്ച് ഏരിയയിൽ ഉദ്ദേശിക്കുന്ന ഒരു സീന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലം പറഞ്ഞാൽ കഥ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളിനെ ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. പരിചയമില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ച് ദൂരെ ഔട്ട് ഓഫ് കേരള, വയനാട് പ്രദേശത്തോ ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ
അവിടെ ആ സ്ഥലവുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള സ്ഥലവാസികളായിട്ട് കുറച്ച് മാന്യതയോടെ പെരുമാറുന്ന ആരെങ്കിലും ഒരാളെ നമ്മൾ കണ്ടുപിടിക്കും. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒരാളുണ്ടാവും. പൊള്ളാച്ചി രാജ, പീരുമേട് അഷ്റഫ്, ഒറ്റപ്പാലത്ത് നിന്ന വേലപ്പൻ, ഊട്ടി ലോറൻസ്, അങ്ങനെ ഓരോ വ്യക്തികളുണ്ടാവും. അവർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അവർ ഡിപ്പെൻഡ് ചെയ്യും വേണം, അവരെ നമ്മൾ കൺട്രോൾ ചെയ്യും വേണം, നമ്മൾ കൈവിട്ട് കൊടുക്കരുത്. മോഹനേട്ടൻ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ 78-ലാണ്. സുപ്രിയ ഫിലിംസ് ഹരിപ്പത്തൻ സാറിൻ്റെ കമ്പനിയിലാണ്. ഞാൻ ഒരു സിനിമേൻ്റെ ഒരു അമിതമായ ഭ്രാന്ത് കാരണം ഞാൻ മദ്രാസിൽ വണ്ടി കയറി പോയ ഒരാളാണ്. ഞാനൊരു അഗ്രികൾച്ചറൽ ഡിപ്ലോമ പാസ്സായിട്ട് എനിക്കൊരു അഗ്രികൾച്ചറൽ ഡെമോൺസ്ട്രേറ്ററെ ജോലി കിട്ടിയതാണ്. അപ്പോഴും ഈ സിനിമയോടൊരു ഭ്രാന്ത് കാരണം അന്ന് ഞാൻ മദ്രാസ് കയറി പോയത്. അന്ന് എത്തിപ്പറ്റിയത് സുപ്രിയയിലാണ്. അത് ഒരു ഇവിടുന്ന് പോകുമ്പോൾ തന്നെ സുപ്രിയ എന്ന് പറഞ്ഞ് തന്നെ പോയത് തന്നെയാണ്. ഷൂട്ടിംഗ് അറ്റൻഡ് ചെയ്യുന്ന അലാവുദ്ദീനും അത്ഭുതങ്ങളൊക്കെ സിനിമയാണ്. പക്ഷേ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്നുള്ള ടൈറ്റിൽ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ടൈറ്റിൽ വരുന്നത് പത്മനാഭ സാറ് ഭരത് സാറ് ചെയ്ത ലോറി എന്ന സിനിമ. പിന്നെ ഭരത് സാറിൻ്റെ കൂടെ ഞാൻ ഒരു 17ഓളം പടങ്ങൾ, വൈശാലി അടക്കം 17 അവസാനത്തെ സിനിമ നിർമ്മിക്കുകയും ചെയ്തു. അതെ, അവസാനത്തെ സിനിമയിൽ ഒരു നിർമ്മാണ പങ്കാളിയായി മഞ്ചേരത്തിന്. അതുവരെ പിന്നെ അങ്ങനെ ചെയ്തു. പിന്നെ ആ സമയത്താണ് വിജയകുമാർ സാർ, 7 Hours വിജയകുമാർ സാറ് കാതോട് കാതരം ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഭരത് സാറിൻ്റെ തരം. അങ്ങനെ ഭരത് സാറ് വഴിയാണ് ഞാൻ അന്ന് 7 Hours വരുന്നത്. എന്താണ് പുതിയതായിട്ട് ഒരു സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിച്ച് സിനിമയിലേക്ക് വരുന്ന ഒരു നിർമ്മാതാവിന് നന്നായി ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യാൻ സിനിമ. അങ്ങനെ വരുന്ന ആളുകൾക്ക് എന്താണ് ഒരു അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയാം? ഞാൻ ആദ്യം ശ്രദ്ധിക്കാറ്, ഇയാൾക്ക് ഈ സിനിമ എടുത്താൽ ഇയാൾക്ക് എത്ര രൂപേൻ്റെ റിസ്ക് ഉണ്ടാവും എന്ന് ആദ്യം നമ്മൾ തയ്യാറാക്കണം. അത് ചില ആൾക്കാരുടെ നമ്മൾ തുറന്ന് പറയും, എത്ര രൂപ ഇതിനകത്ത് റിസ്ക് ഉണ്ട്, ബാക്കി നമുക്ക് മാക്സിമം നന്നായി നമുക്ക് ചെയ്യാം. പിന്നെ ഇതിനകത്ത് കോസ്റ്റ് കൺട്രോൾ നമുക്ക് മാക്സിമം ചെയ്യാവുന്ന, ഇതിനകത്ത് ബിസിനസ്സിന് വേണ്ടുന്ന ആൾക്കാരായിട്ട് ബാക്കി കോസ്റ്റ് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അച്ചടക്കവും ആത്മാർത്ഥതയുമാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ തൊഴിലിന്റെ അലകും പിടിയും. ഒന്ന്, നമ്മുടെ നാവ് നന്നായിരിക്കണം, പെരുമാറ്റം. നിങ്ങളെ എനിക്ക് തല്ലാനുള്ള ദേഷ്യമുണ്ടെങ്കിലും മാക്സിമം സൗമ്യമായിട്ട് സംസാരിച്ച് സോൾവ് ചെയ്യാൻ നോക്കുക. ആയില്ലെങ്കിലാണ് അടുത്ത കാര്യം. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ പ്രതിവിധികൾ ചെയ്യണം. അതൊന്നും കഴിയുന്നതും ഈ നുണ ഒഴിവാക്കിയാൽ ഒരു ഗുണമുണ്ട്. ഇപ്പോഴുള്ള ചിലവർക്കൊരു ഇതുണ്ട്, മറ്റേ അസത്യ എന്താ ഇപ്പത്തും 10 മണിക്കൂടെ തരും എത്തുമോ, മാക്സിമം 10 ഇയാൾ വരുമ്പോൾ 11:30 ഇതെന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇയാൾ വരില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത സീൻ പ്ലാൻ ചെയ്ത് ഷൂട്ട് തുടങ്ങാം. അത് മനസ്സിലാക്കിയിരിക്കണം നമ്മളപ്പോൾ. നമ്മളത് സത്യം പറഞ്ഞതിന് പ്രശ്നമില്ല, അതിനുള്ള കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ടറും ചീത്ത പറയില്ല. സത്യവും കാര്യങ്ങളും പറഞ്ഞാൽ മതി. സാർ അത് എൻ്റെ ഇതുണ്ടായ മിസ്റ്റേക്കാണ്, ഞാൻ പറയാൻ പറഞ്ഞു. അതിന് ഞാൻ സാർ പറഞ്ഞു, ഇങ്ങനെ ഒരു ടെൻഷനുള്ള ഒരു ആർട്ടിസ്റ്റാണ് പുള്ളി, 8 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ 10 മണിയാവും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. പ്രൊഡക്ഷനിൽ ജോലി ചെയ്യുന്ന മാനേജറായിക്കോട്ടെ, എക്സിക്യൂട്ടീവായിട്ട്, കൺട്രോളർ ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. നിങ്ങളൊരു സ്ഥലത്ത് പോയി വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് അവിടെ എത്തിയോ, ഒന്ന് കണ്ടോ, പുറപ്പെട്ടോ, വിട്ടോ, കണ്ട ആളെ തന്നെയാണ് പറഞ്ഞത്, അയാൾ അടുത്തുണ്ടോ, ഒന്ന് കൊടുക്കാവോ. കൺഫ്യൂഷൻ ഇല്ലാതെ കൺഫർമേഷൻ വരുന്നത്.